ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡികം MLT അക്കാദമി. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ കുറേ അധികം ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള PYക്കും ടോപ്പിക്കൊക്കെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമുക്കിനി എക്സാമിന് PPT ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ് ചെയ്തത്. സോ അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, ഓൾറെഡി നമ്മൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. സോ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും കൊണ്ടുപോകേണ്ടതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോസ് കുറേ അധികം വീഡിയോസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ടൈം കിട്ടുമ്പോഴായിരുന്നു PPT പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ചെയ്തിരുന്നത്. സോ എന്തായാലും നമുക്ക് ഉള്ള ഡേയ്സ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസിഡ് പ്രസന്റ് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ ഈസ് ഓപ്ഷൻ എ ഫോസ്ഫോറിക് ആസിഡ്, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ്, ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ഡി സൾഫ്യൂരിക് ആസിഡ്. നമ്മളെ ക്രോമിക് ആസിഡ് സൊല്യൂഷനിൽ ഏത് ആസിഡ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്? യെസ്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലേ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന ആസിഡ് ആണ്? ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്ലാസ് ഫേസ്, ഇപ്പോൾ ഡേർട്ടി ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഒക്കെ വെച്ചിട്ടുള്ള ഗ്ലാസ് ഫേസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ ഒക്കെ പോലെയുള്ള ഡേർട്ടി ആയിട്ടുള്ള ഗ്ലാസ് വേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്? ഈ ഒരു ക്രോമിക് ആസിഡ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു പോയിന്റ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ക്യൂവെറ്റ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ക്രോമിക് ആസിഡ് സൊല്യൂഷൻ യൂസ് ചെയ്യില്ല. അത് റിലേറ്റഡ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ്റെ കണ്ടന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. മെയിൻലി നമുക്ക് വരുന്നത് പൊട്ടാഷ്യം ഡൈക്രോമേറ്റും, അതേപോലെ തന്നെ ഡിസ്റ്റിൽഡ് വാട്ടറും സൾഫ്യൂരിക് ആസിഡുമാണ് ഈ ക്രോമിക് ആസിഡിന്റെ അല്ലെങ്കിൽ ക്രോമിക് ആസിഡ് സൊല്യൂഷന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഡേർട്ടി ഗ്ലാസ് വെയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോമിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ബിയർഡ് ലാംബർട്ട്സ് ലോ ഈസ് അപ്ലൈഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ എ മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ ബി കളറിമീറ്റർ, ഓപ്ഷൻ സി pH മീറ്റർ, ഓപ്ഷൻ ഡി ഇൻക്യുബേറ്റർ. നമ്മൾ ബിയർ ലാംബർട്ട്സ് ലോ അപ്ലൈ ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെന്റിലാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കളറിമീറ്ററിലാണ്. കാരണം കളറിമീറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബിയർ ലാംബർട്ട്സ് ലോ അപ്ലൈ ചെയ്യുന്നത്. കളറിമീറ്ററിൽ മാത്രമല്ല, നമ്മുടെ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെയും പ്രിൻസിപ്പിൾ എന്താണ്? ഈ ബിയർ ലാംബർട്ട്സ് ലോ ആണ്. സോ എന്താണ് ഈ ബിയർ ലാംബർട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ? വെൻ എ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ്ഡ് ത്രൂ എ കളേർഡ് സൊല്യൂഷൻ, ഒരു കളേർഡ് സൊല്യൂഷനിൽ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യുമ്പം അതിൻ്റെ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എത്രത്തോളം ലൈറ്റിന് ഈ ഒരു സൊല്യൂഷൻ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ. എത്രത്തോളം കോൺസെൻട്രേഷൻ, ആ ഒരു സൊല്യൂഷനിലുള്ള കോൺസെൻട്രേഷനും ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാത്ത് ലെങ്ത് ഓഫ് ദ ക്യുവറ്റ്. ആ ഒരു ക്യുവറ്റിന്റെ പാത്ത് ലെങ്ത്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് നമ്മുടെ ബിയർ ലാംബർട്ട്സ് ലോ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The laboratory incubator is usually set with a temperature of option A 8 degrees Celsius, option B 56 degrees Celsius, option C 100 degrees Celsius, option D 37 degrees Celsius. ലാബോറട്ടറി ഇൻക്യുബേറ്റർ നമ്മൾ എന്തിനാ മെയിൻലി യൂസ് ചെയ്യുന്നത്? നമ്മൾ കൾച്ചർ മീഡിയ ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയനൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഇൻക്യുബേറ്റർ നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് സെറ്റ് ചെയ്യുന്നത്? യെസ്, 37 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. കാരണം ബാക്ടീരിയ ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഗ്രോ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ കൾച്ചർ മീഡിയ ഒക്കെ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യാറുള്ളത്? ഇൻക്യുബേറ്റ് ചെയ്യാറുള്ളത്. 37 ഡിഗ്രി സെൽഷ്യസിലാണ് ഇൻക്യുബേറ്റർ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is used to keep chemical free from water? Option A hot air oven, option B desiccator, option C incubator, option D seeds filter. സോ കറക്റ്റ് ആൻസർ ഏതാണ്? നമ്മൾ വാട്ടറിന് ഫ്രീ, അതായത് കെമിക്കൽസിനെ ഇപ്പോൾ മോയ്സ്ചറിന്ന് എവേ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ദാറ്റ് ഈസ് ഡെസിക്കേറ്റർ ആണ് അല്ലേ.
ഡെസിക്കേറ്റ് ഇപ്പോൾ മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാവും. സോ ആ ഒരു മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഡെസിക്കേറ്ററിലാണ്. കാരണം ഇപ്പോൾ കൊബാൾട്ട്, ക്ലോറൈഡ് പോലെയുള്ള സബ്സ്റ്റൻസസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുക, ഡെസിക്കേറ്ററിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. ഡെസിക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ജാറ് പോലെയുള്ള ഒരു നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറാണ്. സോ അതിൽ നമ്മൾ ഈ മോയ്സ്ചർ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ചീത്തയായി പോകുന്നത് അല്ലേ. സോ അത് നമ്മൾ ഈ ഒരു ഡെസിക്കേറ്ററിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവർ മോയ്സ്ചറായിട്ട് കോണ്ടാക്ട് വരില്ല. ഇനി അഥവാ ഇതിനകത്തുള്ള എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഡെസിക്കൻ്റ് ആയിട്ട് സിലിക്ക ജെല്ല്, കാൽഷ്യം ക്ലോറൈഡ് പോലെയുള്ള ഡെസിക്കൻസുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കും. സോ അങ്ങനെ നമുക്ക് കുറേ കാലം ഇത് ചീത്തയാവാണ്ട് മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് നമുക്ക് ഈ ഡെസിക്കേറ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ളത് ഈ ഡെസിക്കേറ്റർ എന്തൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് ചോദിക്കാറുണ്ട്. ഡെസിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ കാൽഷ്യം ക്ലോറൈഡ്, സിലിക്ക ജെല്ലൊക്കെ നമുക്ക് ഡെസിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും. സോ ഓൾറെഡി ഈ ഡെസിക്കേറ്ററിനുള്ളിലുള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാണ് ഡെസിക്കൻ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ഫ്രം ഓപ്ഷൻ എ ബെൻസാൾഡിഹൈഡ്, ഓപ്ഷൻ ബി ഗ്ലൂട്ടറാൾഡിഹൈഡ്, ഓപ്ഷൻ സി ഹൈപ്പോക്ലോറൈറ്റ്, ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് അല്ലേ. സോ അതെന്തിനാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? യെസ്, ഓപ്ഷൻ സി ആണ്, ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോഡിയം ഇൻ വിച്ച് നോ മോർ സാൾട്ട് ഈസ് solution in which no more salt is able to dissolve is option A saturated solution, option B percentage solution, option C molar solution, option D standard solution. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. കാരണം നമ്മൾ ഒരു ഇപ്പോൾ സാൾട്ട് എടുത്തിട്ട് നമ്മളൊരു വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സാൾട്ട് മാക്സിമം സാൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, മാക്സിമം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി എത്ര സാൾട്ട് ആഡ് ചെയ്തിട്ടും കാര്യമില്ല, അത് ഡിസോൾവ് ആവില്ല അല്ലെ. മാക്സിമം സാച്ചുറേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സൊല്യൂഷനിൽ ഈ ഒരു സാൾട്ട് എന്ന് പറയും. സോ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. എത്രത്തോളം മാക്സിമം നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി അങ്ങോട്ട് സാൾട്ട് അതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. എന്താ പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്നോ? പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പെർ 100 ml. അപ്പോൾ നമ്മൾ 1 gram സൊല്യൂട്ട് 100 ml മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറയാം. സോ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഡിസോൾവ് ചെയ്യുന്ന എത്ര നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാലോ? മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ഓഫ് കോമ്പൗണ്ട് ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് സോൾവെന്റ്. 1 gram molecular weight of solvent dissolved 1 gram molecular solute dissolved in 1 liter of solvent നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. gram molecular weight of solute dissolved in 1 liter of solution is called molar solution. എന്നാൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാലോ? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂഷനിൽ നമുക്ക് ആക്യുറേറ്റ്ലി നോൺ കോൺസെൻട്രേഷൻ ഉള്ളതിന്, നമുക്ക് എത്രയാണ് അതിൽ കറക്റ്റ് കോൺസെൻട്രേഷൻ എന്നുള്ള അറിയുന്ന സൊല്യൂഷൻസിനെ നമുക്ക് എന്ത് പറയാം? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് എന്ന് പറയാം. സോ ഇതൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. That is, which of the following is an inflammable chemical? Option A xylene, option B chloroform, option C alcohol, option D all of three. സോ സത്യത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് അതിൽ ഓൾ ഓഫ് 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതിൽ സൈലിനും അതേപോലെ തന്നെ ആൽക്കഹോളും ഇൻഫ്ലേമബിൾ ആണ്, പക്ഷേ ക്ലോറോഫോം അല്ല. സോ അതുകൊണ്ട് 2 ആൻസറും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾ ഓഫ് 3യും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഈ സൈലിന്, ആൽക്കഹോള്, അസറ്റോണ്, ബെൻസിന്, ഈതർ, ടൊളുവിന്, ഇതൊക്കെ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് കേട്ടോ. സോ ഫ്ലെയിമുമായിട്ട് വരുമ്പോൾ കത്താൻ ചാൻസ് ഉള്ള കെമിക്കൽസ് ആണ്. ഏതൊക്കെയാണ്? സൈലിന്, ആൽക്കഹോള്, അസറ്റോണ്, ബെൻസീന്, ഈതർ, ടൊളുവിന്, ഇതെല്ലാം
ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. സോ ഇതിന് നമ്മൾ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള കെമിക്കലിന് നമ്മൾ ഫയർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റൽ ബോക്സിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാറുള്ളത് എന്നുള്ളതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. അത് റിലേറ്റഡ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിവേഴ്സ് ഓസ്മോസിസ് is used to prepare option A disinfectant, option B deionized water, option C distilled water, option D none of this. നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡീഅയണൈസ്ഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ഒരു മെത്തേഡാണ് കേട്ടോ. സോ ഇവിടെ എല്ലാ ഓപ്ഷൻസിലും നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഡീഅയണൈസ്ഡ് വാട്ടർ. എന്താണ് ഈ ഡീഅയണൈസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ? ഡീഅയണൈസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറിന് അയേൺസിന്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയേൺസ്, ചാർജുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ അയേൺസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ പോസിറ്റീവ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ്സ് വെച്ചിട്ടും നെഗറ്റീവ് ചാർജിലെ പാർട്ടിക്കിൾസിനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് വെച്ചിട്ടും അതിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അയേൺസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന മെത്തേഡ്, റിമൂവ് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാട്ടറാണ് നമ്മൾ ഡീഅയണൈസ്ഡ് വാട്ടർ എന്ന് പറയുന്നത്. സോ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഫോർ എ കെമിക്കൽ that is kept under water. Option A sodium, option B picric acid, option C calcium carbonate, option D sodium hypochlorite. നമ്മൾ വാട്ടറിൻ്റെ അണ്ടറിൽ കീപ്പ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ട്. അതേതാണ്? ദാറ്റ് ഈസ് പിക്രിക് ആസിഡ്. കാരണം ഈ പിക്രിക് ആസിഡ് എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ് കെമിക്കലാണ്. അങ്ങനെയും പല എക്സാമിനും ചോദിക്കാറുണ്ട് കേട്ടോ, ഈ എക്സ്പ്ലോസീവ് കെമിക്കൽ കാറ്റഗറിയിൽ വരുന്ന കെമിക്കൽ ഏതാണെന്ന്. സോ പിക്രിക് ആസിഡ് ഒരു എക്സ്പ്ലോസീവ് കെമിക്കലാണ്. സോ അതിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും? വാട്ടറിൻ്റെ അണ്ടറിലായിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നത്. സോ ഈ രണ്ട് പോയിന്റും ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും സത്യത്തിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാരണം ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് യൂസ്ഡ് സിറിഞ്ചസ് നീഡിൽസ് ആർ സ്റ്റോർഡ് ഇൻ വിച്ച് കളേർഡ് ബിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ സിറിഞ്ചസ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ റെഡ് ബോക്സിലാണ്, സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽ. പിന്നെ നീഡിൽസ് ആണ് കീപ്പ് ചെയ്യുന്നത് നമ്മൾ വൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ വൈറ്റ് ബോക്സിൽ, വൈറ്റ് ബിന്നിലാണ് നമ്മൾ നീഡിൽ ഡിസ്കാർഡ് ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുന്നതല്ല, ഡിസ്കാർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സിറിഞ്ചസ് ഡിസ്കാർഡ് ചെയ്യുന്നത് റെഡിലും നീഡിൽ ഡിസ്കാർഡ് ചെയ്യുന്നത് വൈറ്റിലുമാണ്. സോ അതുകൊണ്ട് ഇവിടെ സിറിഞ്ചസ് നീഡിൽസ് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കറക്റ്റ് ഒരു ആൻസർ എടുക്കാൻ പറ്റില്ല അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. സോ ഇതിൽ നമുക്ക് റെഡ് കളറിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് റീസൈക്ലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. ഇപ്പൊ സിറിഞ്ചസ്, കത്തീറ്റർ പോലെയുള്ള കാര്യങ്ങൾ, യൂറിൻ ബാഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ റെഡ് കളറിൽ എല്ലാ ബിന്നിലാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാറുള്ളത്. യെല്ലോ കളറിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കാർഡ് ചെയ്യാറുള്ളത്? ബ്ലഡ് കണ്ടെയ്നിങ് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പ്ലാസെന്റ, ബ്ലഡ് ബാഗ്, ഇതൊക്കെ നമ്മൾ യെല്ലോ കളറായിട്ടുള്ള ബിന്നിലാണ് ഡിസ്കാർഡ് ചെയ്യുക. വൈറ്റ് കളറിൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത് ഇതുപോലെ ഷാർപ്പ് ഐറ്റംസ്, നീഡിൽസ് ഒക്കെ നമ്മൾ വൈറ്റ് കളറായിട്ടുള്ള ബിന്നിലാണ് ഡിസ്കാർഡ് ചെയ്യുക. ബ്ലൂ കളറിലാണെങ്കിൽ നമ്മൾ ബ്രോക്കൺ ഗ്ലാസസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നുള്ളത്, ഈ ഒരു ബ്ലൂ കളർ ബിന്നിൽ ഡിസ്കാർഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണ്. സിറിഞ്ചസ് വിത്തൗട്ട് നീഡിൽ റെഡ് കളറിലും നീഡിൽ വൈറ്റ് കളർ ആയിട്ടുള്ള ബിന്നിലുമാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ABO blood group system was introduced by option A Antony von Leeuwenhoek, option B Robert Frost, option C Louis Pasteur, option D Carl Landsteiner. ABO blood group ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആന്റണി വോൺ ലിയോവൻഹുക്ക് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് മൈക്രോസ്കോപ്പും, ലൂയിസ് പാസ്റ്റർ നമ്മൾ പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്, അതുപോലെ നമ്മൾ ഫാദർ ഓഫ് മൈക്രോബയോളജി ആണ് ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. പല വാക്സിൻസും, കോളറ, ആന്ത്രാക്സ്, റാബിസ് പോലെയുള്ള വാക്സിൻസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല ടെക്നിക്ക്, ഇപ്പോൾ ലിക്വിഡ് മീഡിയ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല പോസ്റ്റുലേറ്റ്സും നമുക്ക് ലൂയിസ് പാസ്റ്ററിൻ്റെത്, പോസ്റ്റുലേറ്റ്സ് അല്ല, പല കണ്ടുപിടുത്തങ്ങളും ലൂയിസ് പാസ്റ്ററിൻ്റെത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ACD സൊല്യൂഷൻ ഈസ് എറിത്രോസൈറ്റ് ഗെറ്റ് എനർജി ഫ്രം
Option A, glucose. Option B, citric acid. Option C, citrate. Option D, hemoglobin. നമ്മൾ ACD സൊല്യൂഷൻ നമ്മൾ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന ആന്റി കോയാഗുലന്റ് ആണ് അല്ലെ. സോ ആ ACD സൊല്യൂഷനിൽ ഈ RBCക്ക് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നതെന്നാണ്. ACD സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ്, സിട്രേറ്റ്, ഡെക്സ്ട്രോസ് ആണ്. സോ ഇതില് ഡെക്സ്ട്രോസ് ഓർ ഗ്ലൂക്കോസ്, ഡെക്സ്ട്രോസ് എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോസ് ആണ്. സോ ഗ്ലൂക്കോസ് എന്നാണ് നമ്മുടെ RBCക്ക് വേണ്ട എനർജി കിട്ടുന്നത്. അപ്പോൾ സിട്രേറ്റിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ pHും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സിട്രേറ്റിന്റെ ഫംഗ്ഷൻ. ഇതിലുള്ള ഡെക്സ്ട്രോസിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഗ്ലൂക്കോസ് ആണ്. RBCക്ക് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മളുടെ ഈ ഒരു ഡെക്സ്ട്രോസിന്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ACDയിൽ നമുക്ക് നമ്മളുടെ ബ്ലഡ് എത്രത്തോളം കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും? ACD സൊല്യൂഷന്റെ സ്റ്റോറേജ് ടൈം എന്ന് പറയുന്നത്, ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 21 days ആണ്. അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. ACD, CPD, CPD2, CPD-A1 ഇതൊക്കെയാണ് നമ്മൾ കോമൺലി എന്തിൽ യൂസ് ചെയ്യുന്ന, ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന ആന്റി കോയാഗുലന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിന്റെ ഷെൽഫ് ലൈഫും നമ്മൾ പഠിച്ചു വെക്കണം. ACDന്റെയും CPDന്റെയും അതുപോലെ CPD2ന്റെ ഒക്കെ ഷെൽഫ് ലൈഫ് എത്രയാണ്? 21 days-ഉം CPD-A1ന്റെ ഷെൽഫ് ലൈഫ് 35 days-ഉം CPD-A1 പ്ലസ് സാഗം അഡിക്റ്റീവ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷെൽഫ് ലൈഫ് 42 days-ഉമാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഇൻവെസ്റ്റിഗേറ്റഡ് ഡ്യൂറിംഗ് donor selection in blood bank? Option A, hemoglobin. Option B, weight of donor. Option C, relationship with the patient. Option D, pulse. അതായത് നമ്മൾ ഡോണറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ബ്ലഡ് ബാങ്കിൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ ഡോണറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് താഴെ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ നോക്കാത്ത കാര്യം ഏതാണ്? യെസ്, കറക്റ്റ് ആൻസർ എന്താണ്? റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യന്റ് എന്നാണ്. കാരണം ഡോണറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പേഷ്യന്റിനെ കുറിച്ച്, ഏത് പേഷ്യന്റിനാണ് ആ ഒരു ബ്ലഡ് കൊടുക്കാന്നൊന്നും നമുക്ക് അറിയില്ല അല്ലെ. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇന്ന ആൾക്ക് ഉള്ള ബ്ലഡ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ പോലും ആ പേഷ്യന്റുമായിട്ട് എന്ത് റിലേഷൻ ആണെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, നോക്കാറില്ല. പകരം എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡോണറിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ബ്ലഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും? യെസ്, HB നോക്കും. HB എന്ന് പറയുന്നത് 12.5 gram per DL-നേക്കാളും കൂടുതൽ വേണം. അതേപോലെ തന്നെ വെയിറ്റ് നോക്കും. പേഷ്യന്റിന്റെ വെയിറ്റ്, മിനിമം വെയിറ്റ് എത്ര വേണം? 50 കിലോഗ്രാം, 50 കിലോ അല്ലെങ്കിൽ 110 lbs ആണ് നമ്മൾ എന്ത് പറയാറുള്ളത്? മിനിമം വെയിറ്റ് പറയാറുള്ളത്. അതുപോലെ പൾസ് നോക്കാറുണ്ട്. പൾസ് എന്ന് പറയുമ്പോൾ ഒരു 50 to 100 beats per minute. 100 beats per minute പൾസും എന്ത് വേണം? മിനിമം വേണം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ ബ്ലഡ് കൊടുക്കാൻ പോകുന്നത് ആർക്കാണ്, ആ പേഷ്യന്റുമായിട്ട് ഈ ഒരു ഡോണറിന് എന്ത് റിലേഷൻ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. സോ അപ്പൊ ആൻസർ ഏതായിരിക്കും വരുന്നത്? യെസ്, ആൻസർ വരുന്നത് റിലേഷൻഷിപ്പ് വിത്ത് പേഷ്യന്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാക്യൂട്ടൈനർ വിത്ത് റെഡ് ടോപ്പ് കണ്ടെയ്നിങ്. ഓപ്ഷൻ എ ഹെപ്പാരിൻ. ഓപ്ഷൻ ബി EDTA. ഓപ്ഷൻ സി നോ ആന്റികോയാഗുലന്റ്. ഓപ്ഷൻ ഡി സോഡിയം സിട്രേറ്റ്. റെഡ് ട്യൂബ്, അതായത് റെഡ് ടോപ്പുള്ള വാക്യൂട്ടൈനർ ട്യൂബ്, അതിൽ ഏത് ആന്റികോയാഗുലന്റ് ആണ് ഉള്ളത്? യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? നോ ആന്റികോയാഗുലന്റ്. ആന്റികോയാഗുലന്റ് ഇല്ലാത്ത പ്ലെയിൻ ട്യൂബ് ആണ് നമ്മൾ ഏത് കളർ വരുന്നത്? റെഡ് കളർ വരുന്നത്. അപ്പൊ ഹെപ്പാരിൻ എന്ന് പറയുന്ന ആന്റികോയാഗുലന്റ് ആണ് പ്രസന്റ് ആയിരിക്കുന്നതെങ്കിൽ അത് ഗ്രീൻ കളർ ട്യൂബാണ് അല്ലെ. ഗ്രീൻ കളർ ട്യൂബാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. അപ്പൊ EDT ആണ് ആന്റികോയാഗുലന്റ് എങ്കിലോ? സോ ലാവൻഡർ കളർ ട്യൂബാണ് ഈ EDT ആന്റികോയാഗുലന്റിന് വരുന്നത്. സോഡിയം സിട്രേറ്റ് ആണെങ്കിൽ നമ്മളെ ലൈറ്റ് സ്കൈ ബ്ലൂ കളർ ആയിരിക്കും ടോപ്പിന്റെ കളർ വരുന്നത്. സോ ഓരോ വാക്യൂട്ടൈനർ ട്യൂബും അതിന്റെ കളറും ഇമ്പോർട്ടന്റ് ആണ്. Next question, which anticoagulant inhibit thrombin? Option A, double oxalate. Option B, EDTA. Option C, citrate. Option D, heparin.
കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഹെപ്പാരിൻ. ഹെപ്പാരിൻ എന്ന ആന്റികോയാഗുലന്റിനാണ് ആന്റി ത്രോംബിൻ ആക്ഷൻ വരുന്നത്, അതായത് ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞാൽ കോയാഗുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ്. സോ ഹെപ്പാരിൻ എന്താ ചെയ്യുക? ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ആ കോയാഗുലേഷൻ പാത്വേ ഇൻഹിബിറ്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. സോ ഹെപ്പാരിന്റെ മോഡ് ഓഫ് ആക്ഷൻ ആണ് ഇൻഹിബിറ്റ് ത്രോംബിൻ എന്ന് പറയുന്നത്. EDT എന്താ ചെയ്യാന്ന് വെച്ചാൽ കാൽഷ്യം കീലേഷൻ ആണ്. കാൽഷ്യം കീലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. ഡബിൾ ഓക്സിലേറ്റ് ആണെങ്കിലും കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. കാൽഷ്യം അയോൺസിനെ റിമൂവ് ചെയ്തിട്ടാണ് അത് കോയാഗുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സിട്രേറ്റ് ആണെങ്കിലും കാൽഷ്യം റിലേറ്റഡ് ആണ് നമ്മുടെ സിട്രേറ്റിന്റെയും മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആന്റി ത്രോംബിൻ ആക്ഷൻ വരുന്നത് ഹെപ്പാരിൻ ആണ്. നെക്സ്റ്റ്, which type of cells present in healthy adult as 3 lakhs per cubic mm of the blood? Option A, RBC. Option B, platelet. Option C, neutrophil. Option D, granulocytes. 3 lakh per cubic mm നോർമൽ വാല്യൂ ആയിട്ടുള്ള സെൽ ഏതാണ്? ദാറ്റ് ഈസ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ നോർമൽ വാല്യൂ ആണ് 1.5 to 3 lakh per cubic mm എന്ന് പറയുന്നത്. അപ്പൊ RBCന്റെ നോർമൽ വാല്യൂ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 to 5 millions per microliter ആണ് വരുന്നത്. ഓക്കെ, 4 to 5 millions per microliter ആണ്. എന്നാൽ WBCൻ്റെതാണെങ്കിൽ നമുക്ക് വരുന്നത്, WBC എടുക്കുമ്പോൾ 4000 to 11,000 cells per micro ലിറ്റർ ആണ് വരുന്നത്. സോ ഓരോന്നിൻ്റെ RBCൻ്റെയും WBCൻ്റെയും പ്ലേറ്റ്ലെറ്റിൻ്റെയും നോർമൽ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേഷ്മാൻ സ്റ്റെയിൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഓപ്ഷൻ എ റോമനോസ്കി സ്റ്റെയിൻ, ഓപ്ഷൻ ബി അസിഡിക് സ്റ്റെയിൻ, ഓപ്ഷൻ ബി ബേസിക് സ്റ്റെയിൻ, ഓപ്ഷൻ ഡി സുപ്രാവൈറ്റൽ സ്റ്റെയിൻ. ലേഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു റോമനോസ്കി സ്റ്റെയിൻ ആണ് അല്ലേ? ലേഷ്മാൻ സ്റ്റെയിൻ റോമനോസ്കി സ്റ്റെയിൻ ആണ്. സോ അസിഡിക് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസിഡിക് സ്റ്റെയിൻ എന്ന് പറയുന്നാൽ അത് സൈറ്റോപ്ലാസിക് ബേസിക് പാർട്ടിനെ സ്റ്റെയിൻ ചെയ്യുന്ന സ്റ്റെയിനെയാണ്. ദാറ്റ് സ്റ്റെയിൻ ബേസിക് പാർട്ട് ലൈക്ക് സൈറ്റോപ്ലാസം. ബേസിക് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്റ്റെയിൻ അസിഡിക് പാർട്ട് ലൈക്ക് ന്യൂക്ലിയസിനൊക്കെ സ്റ്റെയിൻ ചെയ്യുന്നതാണ്. സോ ഇപ്പം നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ് റോമനോസ്കി സ്റ്റെയിൻ എന്ന് ചിലപ്പം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സ്റ്റെയിന്, ജെന്നർ സ്റ്റെയിന്, ജീംസ സ്റ്റെയിന്, ലേഷ്മാൻ സ്റ്റെയിൻ ഒക്കെയാണ് നമ്മൾ റോമനോസ്കി സ്റ്റെയിൻ്റെ എക്സാമ്പിൾ വരുന്നത്. സുപ്രാവൈറ്റൽ സ്റ്റെയിൻ ആയിട്ടുള്ള നമ്മൾ ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, അതുപോലെ തന്നെ ന്യൂ മെഥിലിൻ ബ്ലൂ ഒക്കെ നമ്മൾ സുപ്രാവൈറ്റൽ സ്റ്റെയിൻ്റെ എക്സാമ്പിൾ ആണ്. ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, ന്യൂ മെഥിലിൻ ബ്ലൂ ഒക്കെ. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന റെറ്റിക്കുലോസൈറ്റിൻ്റെ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സുപ്രാവൈറ്റൽ സ്റ്റെയിൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. RBC are lysed by acidic acid in option A Pilot's fluid, option B Hingelmann's fluid, option C Turk's fluid, option D Dacey's fluid. നമ്മൾ അസിറ്റിക് ആസിഡ് നമ്മൾ RBC ലൈസ് ചെയ്യുന്നത് ഏത് ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡിലാണ്? കാരണം നമ്മൾ WBC ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡ്സിലാണ് നമുക്ക് RBCനെ ലൈസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ടർക്സ് ഫ്ലൂയിഡിൽ അസിറ്റിക് ആസിഡ് പ്രസന്റ് ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ടർക്സ് ഫ്ലൂയിഡ് ആണ്. സോ ടർക്സ് ഫ്ലൂയിഡിൽ അസിറ്റിക് ആസിഡ് ഈ ഒരു RBCനെ ലൈസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി WBCനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഡേസീസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഓൾറെഡി RBC ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ നമുക്ക് RBCനെ ലൈസ് ചെയ്യാൻ പാടില്ല അല്ലെ. ഹിങ്കിൾമാൻസ് ഫ്ലൂയിഡും പൈലറ്റ്സ് ഫ്ലൂയിഡും നമ്മൾ ഇയോസ്നോഫിലിന്റെ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യാറുള്ളത്? ഹിങ്കിൾമാൻസും അതുപോലെ പൈലറ്റ്സ് ഫ്ലൂയിഡും യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ടർക്സ് ഫ്ലൂയിഡിലാണ് അസിറ്റിക് ആസിഡ് ഉള്ളത്. സോ അത് RBCനെ ലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സെൻട്രിഫ്യൂജ്ഡ് ബ്ലഡ് സാമ്പിൾ WBC appear option A as a top of layer, option B as a bottom layer, option C between RBC and platelet, option D below plasma and above platelets. എവിടെയായിരിക്കും നമ്മളെ സെൻട്രിഫ്യൂജ്ഡ് സാമ്പിള് WBC അപ്പിയർ ചെയ്യുന്നത്? യെസ്, ഇപ്പം നമ്മൾ സാമ്പിൾ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? സാമ്പിള് ഏറ്റവും മുകളിൽ പ്ലാസ്മ ഉണ്ടാവും അല്ലേ? ഇത് പ്ലാസ്മ ആയിരിക്കും. താഴെ ആരും ഉണ്ടാവും? താഴെ RBCയും സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. സോ ഈ RBCക്ക് മുകളിലായിട്ടായിരിക്കും ആരുണ്ടാവുക? WBCക്ക് മുകളിലായിട്ടായിരിക്കും ആരുണ്ടാവുക?
പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും. അതും കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്ലാസ്മ വരുന്നത്. സോ പ്ലേറ്റ്ലെറ്റിന്റെയും ആർ ബി സിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ആര് വരുന്നത്, ഈ ഒരു WBCs വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ബഫി കോട്ടിലാണ് നമുക്ക് ഈ WBCs കാണാൻ പറ്റുന്നത്. ഈ ആർ ബി സിന്റെയും പ്ലേറ്റ്ലെറ്റിന്റെയും ഈ ഒരു ലെയറിനെ നമ്മൾ ബഫി കോട്ട് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ റെറ്റിക്കുലോസൈറ്റ്സ് ആർ ഓപ്ഷൻ എ ഇമ്മച്ചുവർ RBC, ഓപ്ഷൻ ബി immature WBC, ഓപ്ഷൻ സി ആന്റിബോഡി പ്രൊഡ്യൂസിങ് സെൽസ്, ഓപ്ഷൻ സി സെൽസ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ഏതാണ്? യെസ്, ഇമ്മച്ചുവർ RBCസിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, റെറ്റിക്കുലോസൈറ്റ് സെൽ, റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയാറുള്ളത് അല്ലെ. ഇമ്മച്ചുവർ ആയിട്ടുള്ള RBCs ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Length of Westergren pipette is option A 10 centimeter, option B option A 100 centimeter, option B 10 centimeter, option C 100 mm, option D 300 mm. ഏതാണ് കറക്റ്റ് ആൻസർ? 300 mm അല്ലെങ്കിൽ 30 centimeter ആണ് ഒരു വെസ്റ്റർഗ്രൻ പിപ്പറ്റിന്റെ സൈസ്. നമ്മൾ എന്തിനാ ഈ വെസ്റ്റർഗ്രൻ പിപ്പറ്റ് യൂസ് ചെയ്യാറുള്ളത്? നമ്മളുടെ ESRന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. അതേപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വിൻഡ്രോപ്സ് പിപ്പറ്റിന്റെ ലെങ്ത്. വിൻഡ്രോപ്സ് പിപ്പറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 110 mm ഓർ 11 centimeter ആണ്. ഈ വിൻഡ്രോപ്സ് പിപ്പറ്റ് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്? നമ്മൾ ESRനും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ PCV ഓർ ഹെമറ്റോക്രിറ്റിന് അല്ലെ, പാക്ഡ് സെൽ വോളിയം എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഈ വിൻഡ്രോപ്സ് ട്യൂബ് യൂസ് ചെയ്യാറുണ്ട്. സോ അതും കൂടി ഇത് റിലേറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For CBC, blood is collected with anticoagulant. Option A, no anticoagulant is used. Option B, sodium citrate. Option C, EDTA. Option D, double oxalate. നമ്മൾ CBCക്ക് വേണ്ടിയിട്ട് ഏത് ആന്റികോയാഗുലന്റ് യൂസ് ചെയ്യാറുള്ളത്? EDTA ആണ് അല്ലെ. അപ്പോൾ നമ്മൾ നോ ആന്റികോയാഗുലന്റ് അല്ലെങ്കിൽ റെഡ് ട്യൂബ് യൂസ് ചെയ്യാറുള്ളത് ബയോകെമിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. ഈ സോഡിയം സിട്രേറ്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് 3.8% സോഡിയം സിട്രേറ്റിൽ 1:4 റേഷ്യോ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ESRന് വേണ്ടിയിട്ടും 1:9 റേഷ്യോ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ആർക്ക് വേണ്ടി, ഇതിന് വേണ്ടിയിട്ട് ബ്ലഡ് കൊയാഗുലേഷൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുമാണ്. അതുപോലെ ഡബിൾ ഓക്സലേറ്റ്സ് ഓർ വിൻഡ്രോപ്പ് മിക്സ്ചർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് PCVക്ക്, ESR അല്ലെങ്കിൽ PCVക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഓക്സലേറ്റ് ഓർ വിൻഡ്രോപ്സ് മിക്സ്ചർ. ഡബിൾ ഓക്സലേറ്റിന്റെ മറ്റൊരു പേരാണ് വിൻഡ്രോപ്സ് മിക്സ്ചർ എന്ന് പറയുന്നത്. വിൻഡ്രോപ്സ് ഇതിലാണ് യൂസ് ചെയ്യുക, വിൻഡ്രോപ്സ് ട്യൂബ് നമ്മൾ PCVക്കാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Coulter counter is used for option A ESR determination, option B prothrombin time, option C CBC, option D blood smear preparation. നമ്മൾ കുൾട്ടർ കൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ CBCക്ക് വേണ്ടി കംപ്ലീറ്റ് ബ്ലഡ് സെൽ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കുൾട്ടർ കൗണ്ടർ എന്ന് പറയുന്നത് അല്ലെ. സോ CBCക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കുൾട്ടർ കൗണ്ടർ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഏതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇലക്ട്രിക്കൽ ഇംപിഡൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഈ ഒരു കുൾട്ടർ കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. അതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, delay in separation of serum from blood result in option A high glucose level, option B low glucose level, option C no change, option D none of the above. അതായത് നമ്മൾ സെറം എസ്റ്റിമേഷന്, അതായത് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് സെറം സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈസി ആയിട്ട് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവലിൽ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്? നമ്മുടെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയും. കാരണം ഓൾറെഡി ഇവിടെ RBCനെ എന്ത് ചെയ്തു പോവും, RBC ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്തു പോകുന്നുണ്ട്, സെറം ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് സോഡിയം ഫ്ലൂറൈഡ് ട്യൂബ് യൂസ് ചെയ്യുന്നത്, സോഡിയം ഫ്ലൂറൈഡ് ഓക്സലേറ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. കാരണം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ സോഡിയം ഫ്ലൂറൈഡ് നമ്മൾ ഗ്ലൈക്കോളൈസിസ് പ്രിവെന്റ് ചെയ്യും, ഈ ഗ്ലൂക്കോസിന്റെ യൂട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന്റെ ഫ്ലൂറൈഡ് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി പഠിച്ചു വെക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ diabetes mellitus, fruity odor of urine is due to the presence of option A glucose, option B protein, option C pus cells, option D acetone. നമ്മളെ ഡയബറ്റിസ് മെലിറ്റസിൽ ഫ്രൂട്ടി ഓർഡർ ഉണ്ടാക്കാൻ കാരണം അസെറ്റോൺ ആണ്. ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ഇങ്ങനെ ആയിരിക്കില്ല കൊടുക്കുക, കീറ്റോൺ ബോഡി എന്നുള്ള രീതിയിലും കൊടുത്താലും നമുക്ക്
എഴുതാം കേട്ടോ. നമ്മൾ ഡയബറ്റിസ് മെലിറ്റസിൽ ഡയബറ്റിസ് കീറ്റോനൂറിയ ഉണ്ടാവും. സോ ഡയബറ്റീസിന്റെ സീരിയസ് കേസസിൽ അപ്പോൾ യൂറിനിൽ എന്തുണ്ടാവും, ഈ ഫ്രൂട്ടി ഓർഡർ ഉണ്ടാവും. അതിന് കാരണമാകുന്നത് ഈ കീറ്റോൺ ബോഡിയാണ്. കീറ്റോൺ ബോഡി ഏതൊക്കെയാണ്? അസറ്റോണ്, അസറ്റോ ആസിറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടയറിക് ആസിഡ്. സോ ഇത്രയും കീറ്റോൺ ബോഡീസ് ആണ്. സോ ഇതിന് ഈ ഒരു കീറ്റോൺ ബോഡിയാണ് യൂറിന് ഒരു ഫ്രൂട്ടി ഓർഡർ ഉണ്ടാകും. സോ ഇതുപോലെ നമുക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു 1000ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ കിൻഡിൽ ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. നമുക്ക് ഇനി അധികം പഠിക്കാൻ ടൈമില്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വെച്ച് ഈസി ആയിട്ട് പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് കുറേ അധികം ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ അതിനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആമസോൺ കിൻഡിൽ ആപ്പ് വഴി അത് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. താങ്ക് യു.